ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രഭാത വചനധ്യാനത്തിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം. ജീവിതത്തിൽ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ എങ്ങനെ അത് തരണം ചെയ്ത് മുൻപോട്ട് പോകും എന്നറിയാതെ, അതെ, ഇവിടെ വെച്ച് എല്ലാം അവസാനിക്കുകയാണെന്ന് ചിന്ത ഭരിക്കുന്നതായ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്കൊന്നും ഭവിക്കുകയില്ല, ധൈര്യമായിരിക്കുക, കൂടെയുണ്ട് എന്ന് ചിലർ പറഞ്ഞാൽ അത് ഒരു വലിയ ആശ്വാസകരമായ ധൈര്യമുള്ളതായ അനുഭവമാണ്. ചിലർ ബലം പകരുവാൻ കൂടെയുണ്ടെങ്കിൽ, പ്രോത്സാഹിപ്പിക്കുവാൻ കൂടെയുണ്ടെങ്കിൽ അതെത്ര നല്ല അനുഭവമാണ്. നാം ഇന്ന് ചിന്തിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതായ ഒരു വേദഭാഗമാണ്. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 20-ാം വാക്യം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. പസഫിക് മഹാസമുദ്രത്തിലൂടെ ഒരു കപ്പൽ മുൻപോട്ട് പോവുകയാണ്. അനേക ഉപകരണങ്ങൾ, യുദ്ധോപകരണങ്ങൾ ആ കപ്പലിലുണ്ട്. ചില സൈനികർ അതിനകത്തുണ്ട്. എന്നാൽ ആ കപ്പൽ മുങ്ങുവാനുള്ളതായ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ വേണ്ടപ്പെട്ടതായ അധികാരികളെ അറിയിക്കുവാൻ ആ കപ്പലിൽ നിന്ന് സന്ദേശമയച്ചു. എന്നാൽ മറുപടിയായി അവർ പറഞ്ഞു, ധൈര്യമായിരിക്കുക, ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട്, ഞങ്ങൾ വന്ന് നിങ്ങളെ സഹായിച്ചു കൊള്ളാം. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അവർ മുൻപേ സന്ദേശമയച്ചതുപോലെ ആ കപ്പൽ മുങ്ങി. രക്ഷാ ബോട്ടിൽ പിടിച്ച് ചില സൈനികർ ആ സമുദ്രത്തിൻ്റെ നടുവിൽ കിടക്കുകയാണ്. ഒരു വിമാനം അവരെ അന്വേഷിക്കുവാനായിട്ട് കടന്നു വന്നു. പല പ്രാവശ്യം കാറ്റും കോളും നിറഞ്ഞതായ ആ കടലിന് മുകളിലൂടെ പല പ്രാവശ്യം അത് ആ വിമാനം ചുറ്റിക്കറങ്ങി. എന്നാൽ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ആ മുങ്ങിപ്പോയ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളോ ഒന്നും കാണുവാനായിട്ട് ആ രണ്ട് വൈമാനികർക്കും കഴിഞ്ഞില്ല. ആ വിമാനത്തിൻ്റെ പൈലറ്റ് പറഞ്ഞു, നമുക്ക് മടങ്ങിപ്പോകാം, ഇനിയും ഒരു പ്രതീക്ഷയുമില്ല, ഇനിയും നമുക്ക് നോക്കേണ്ടതായ കാര്യമില്ല. എന്നാൽ സഹ പൈലറ്റ് പറഞ്ഞു, നമുക്ക് അല്പം കൂടെ, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കറങ്ങി നോക്കാം. വെറും 8 മിനിറ്റ് മാത്രം നമുക്കതിന് ചിലവഴിക്കേണ്ടി വരികയുള്ളൂ. നോക്കാം, രക്ഷപ്പെട്ടാൽ അനേക സൈനികരുടെ ജീവനാണ്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആ വൈമാനികൻ, ആ പൈലറ്റ് ആ വിമാനം വീണ്ടും ചുറ്റിപ്പറത്തി. ആദ്യത്തെ 6 മിനിറ്റുകളിലും ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ 7-ാമത്തെ മിനിറ്റിൽ ഒരു പൊട്ടുപോലെ എന്തോ ഒന്ന് സമുദ്രത്തിൻ്റെ നടുവിൽ അവർക്ക് കാണുവാൻ കഴിഞ്ഞു. അവർ സാവകാശം ആ വിമാനം അടുപ്പിച്ചപ്പോൾ അവർ കണ്ടു, അത് ഒരു രക്ഷാ ബോട്ടിൽ പിടിച്ചു കിടക്കുന്നതായ ചില സൈനികർ. 33 സൈനികരെയാണ് ആ സമയത്ത് രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, ചില വാഗ്ദത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അതെ, നാം സമുദ്രത്തിൻ്റെ ആഴത്തിൽ മുങ്ങിപ്പോകയില്ല. പ്രയാസങ്ങളുടെ നടുവിൽ നമ്മെ സഹായിക്കുവാൻ ദൈവമുണ്ട്. അപ്പോസ്തലനായ പൗലോസും തന്നോട് കൂടെയുള്ളവരും അതെ, റോമൻ കൈസറുടെ അടുക്കിലേക്ക് പോകുകയാണ്. ദൈവാത്മാവ് അവർക്ക് ധൈര്യം നൽകിയിട്ടുണ്ട്. അവർക്കൊരു വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം പ്രാപിച്ചവൻ മുൻപോട്ട് പോകുമ്പോൾ അത് എത്ര തിരമാലകൾ അടിച്ചാലും, എത്ര പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ നടുവിൽ സഹായിപ്പാൻ കർത്താവുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ നേരിടുന്നതായ പ്രശ്നത്തിന് നടുവിൽ അതെ, ദൈവം ഇടപെടും, കർത്താവ് സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നിങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതവും പകലും അവർക്ക് അനുഗ്രഹമായി മാറട്ടെ. യേശു കർത്താവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.